അങ്ങനെ കാത്തിരിപ്പിനൊടുവിലായി കൽക്കി കണ്ടിരിക്കുകയാണ്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം തോന്നിയെന്ന് വെച്ചാൽ നാഗ് അശ്വിൻ ഹീസ് എ ജെം ഓഫ് ഇന്ത്യൻ മൂവി. ടോപ്പ് ക്ലാസ് ഡയറക്ടർ. രാജമൗലിയുടെ ഒപ്പം വെക്കാം, വേണമെങ്കിൽ അതിൻ്റെ മൂളിക്ക് വെച്ചാലും ഒന്നും പറയാനില്ല. കിടില. കൽക്കി പടത്തിനെ കുറിച്ച് 2 സെൻറ്റൻസിൽ എന്നോട് പറയാൻ പറഞ്ഞാൽ, നിങ്ങളൊരു ഇന്ത്യക്കാരനായിട്ട് ഈ ഒരു പടം തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ഈ പരിപാടി നിർത്തിക്കോ. ഓക്കെ, അത്ര തന്നെ. പിന്നെ ഈ പരിപാടി നിർത്തിക്കോ, പിന്നെ വേറെ പട്ടത്തിന് പോകണ്ട. അത്ര തന്നെ പറയാനുള്ളൂ. അത്രയും കിടിലം പടം. ഓരോ ക്യാരക്ടേഴ്സും അമിതാഭ് ബച്ചൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ പൂണ്ട് വിളയാട്ടം. 81 വയസ്സായി, കാണിച്ചു വെക്കണ നോക്കൂ. മേ ബി ഞാൻ സ്പോയിലേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ലെഫ്റ്റ് അടിച്ച് പോയേക്കാം. പിന്നെ ഒരുപാട് സസ്പെൻസ് ഉണ്ട് ഈ ഒരു പടത്തിൽ. ഒരുപാട് കേമിയോ റോൾസ് ഉണ്ട്. കേമിയോ റോൾസ് അല്ലാണ്ട് തന്നെ ഒരുപാട് സസ്പെൻസ് ഉണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഓക്കെ, കിടിലെന്ന് വെച്ചാൽ കിടിലം. പിന്നെ അഫ്കോഴ്സ് ദുൽഖർ ഉണ്ട്. ദുൽഖറിൻ്റെ റോളെന്ന് വെച്ചാൽ കുറച്ച് നേരമുള്ളൂ. അതുകൊണ്ട് തന്നെ മേ ബി അധികം ആൾക്കാർക്കൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എനിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് ദുൽഖറിൻ്റെ ക്യാരക്ടർ എന്താണെന്നൊരു പിടികിട്ടി. ഇത് അധികാരിക്കൊന്നും കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒരു ഊഹത്തിൽ അത് തന്നെയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടറാണ്. പിന്നെ എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് മേ ബി കുറച്ച് ലാഗൊക്കെ ആയിട്ട് അഫ്കോഴ്സ് തോന്നാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ക്രിഞ്ച് കോമഡീസൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒക്കെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു പ്രഭാസിൻ്റെ കൂടെയുള്ള ബുജ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. എൻ്റെ ഡബ്ബിങ്ങും എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് തോന്നി. ഞാൻ മലയാളം ഡബ്ബാണ് കണ്ടത്. മലയാളം ഡബ്ബ് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത ഡബ്ബാണെങ്കിലും ചില സ്ഥലത്തൊക്കെ അലമ്പായിട്ട് തോന്നി. എങ്കിലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റും. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. ദെൻ ദീപിക പടുക്കോൺ കൊടുത്ത റോള് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആയ ഇൻ്റർവെൽ പഞ്ചൊക്കെ വേറെ മാറിയൊക്കെ. പിന്നെ വെച്ചാൽ ഈ ഒരു പടത്തിൽ പ്രഭാസ് അമിതാഭ് ബച്ചനും വരുന്ന ഫൈറ്റ് ഉണ്ട്. ഒരു ഫൈറ്റല്ല, ഒന്നാണ്ട് ഫൈറ്റ് ഉണ്ട്. ഈ ഒരു ഫൈറ്റ് എന്ന് പറയണ തന്നെ കുറേ നേരമൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് മേക്ക് ചെയ്ത് ആ ഒരു ഫൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. മിക്കവാറും നമ്മൾ ഒരു വീഡിയോയും കൂടി ഇതിനെപ്പറ്റി ചെയ്യും ഇത് ഓട്ടിയിട്ട് ഇറങ്ങിയതിന് ശേഷം. പിന്നെ പ്രഭാസിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്രിഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് പുള്ളി തകർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഹാഫ്. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസിൻ്റെ ഒപ്പം നോക്കുമ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ മേ ബി മാസ്കായി പോകണ പോലെ തോന്നാം. എങ്കിലും സെക്കൻഡ് ഹാഫിൻ്റെ ക്ലൈമാക്സിൽ ഒരു സാധനമുണ്ട്. അതൊരു ഒന്നാമത്തെ സാധനം തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ അന്നാബെന്ന്, മലയാളത്തിൽ നിന്ന് അന്നാബെന്ന് അൺഎക്സ്പെക്റ്റഡ് പെർഫോമൻസ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവരൊക്കെ ഇങ്ങനെ ആട്ടുന്നു. കിട്ടില്ല മേക്കോ, ഇങ്ങനെ പറക്കണൊക്കെ ചില സീനൊക്കെ ഉണ്ട്. അതൊക്കെ കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ല. അതുപോലെ തന്നെ ശോഭനൊന്നും വെറുതെ വന്നേക്കണമല്ല. ഓക്കെ, വെറുതെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടറൊന്നും ശോഭനൊന്നും ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സോ കിട്ടില്ല എന്നോളാണ്. പിന്നെ എനിക്കിതിൽ ആവശ്യമില്ലാണ്ട് വെറുതെ വന്നുപോയ ക്യാരക്ടേഴ്സായിട്ട് തോന്നിയെന്ന് വെച്ചാൽ 2 ക്യാരക്ടേഴ്സ് ആക്ച്വലി തോന്നി. അതിലൊന്നെന്ന് വെച്ചാൽ മൃണാൽ താക്കൂറിൻ്റെ ക്യാരക്ടറാണ്. ഒരാവശ്യവും ഉണ്ടായില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നത്തെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ദിശ പറ്റാൻ്റെ ക്യാരക്ടറാണ്. പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഒരു യൂണിവേഴ്സിൻ്റെ മറ്റ് പടങ്ങളിൽ ചിലപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് വലുതായിട്ട് പറയുന്നില്ല. പക്ഷെ മൃണാൽ താക്കൂറിൻ്റെ ക്യാരക്ടർ അട്ടർ ഫ്ലോപ്പായിരുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായില്ല. ദെൻ ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്രഭാസിൻ്റെ പടമല്ല, അമിതാഭ് ബച്ചൻ്റെ പടമല്ല, കമൽഹാസൻ്റെ പടമല്ല. ഇത് എല്ലാവരെയും കൂടിയും പടമാണ്. ഓക്കെ, ഇതിൽ ചെയ്ത എഡിറ്റ് ചെയ്തവർ, അതുപോലെ തന്നെ VFX വർക്ക് ചെയ്തവർ, CG ചെയ്തവർ, ഇവരൊന്നും പേരെനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് അറിയാൻ പാടില്ല. ചിലവരെ പേരൊക്കെയെന്ന് വെച്ചാൽ വായക്കൊള്ളാത്ത പേരൊക്കെയാണ്. കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ല. ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി 600 കോടി എങ്ങാണ്ടാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. അതിൽ തന്നെ 300 കോടി ഈ ഒരു കാസ്റ്റിനായിട്ട് പോകും. അതിന് ശേഷമുള്ള 300 കോടി വെച്ച് ഇങ്ങനത്തെ ഒരു പടം, നമ്മൊരു പടം കണ്ടതാണ് ആദ്യ പുരുഷനായിട്ട്. എത്ര 600-500 കോടിക്കൊക്കെ കാണിച്ചു വെച്ച കാർട്ടൂണാണ്. അത് വെച്ച് വേണം ഇതിനെ കമ്പയർ ചെയ്യാൻ. ഓക്കെ, ഈ ഒരു പടം ഹോളിവുഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ട്രിപ്പിൾ പൈസമാർ കൊടുക്കും. സോ ആ പടമാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. കിട്ടില്ല, കണ്ണ് തള്ളിപ്പോവും ക്ലൈമാക്സിലൊക്കെ. പിന്നെ ഒരു അമിതാഭ് ബച്ചൻ്റെ ഒരു ചെറുപ്പകാലം കാണിച്ചത് അത്ര ബെറ്ററായിട്ട് വന്നിട്ടില്ല. എങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ ചില സായിപ്പന്മാരൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സിനിമക്ക് എടുത്ത ബഡ്ജറ്റ് തന്നെ ചിലപ്പോൾ അവന്മാർ ഈ ഒരു സീൻ ചെയ്യാൻ ഞങ്ങൾക്ക് എടുക്കും.
സോ അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാണ്ടായിട്ട് തന്നെയാണ് തോന്നിയത്. അഫ്കോഴ്സ് മഹാഭാരതമായിട്ട് കണക്ഷൻ, വലിയ രീതിയിൽ കണക്ഷൻ വരുന്നുണ്ട്. മഹാഭാരതം തന്നെ കാണിക്കുന്നുണ്ട്, അങ്ങനത്തെ ചില സീൻസൊക്കെ ഉണ്ട്. മേ ബി മഹാഭാരതത്തിൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാൻ ആയതുകൊണ്ടായിരിക്കണം മഹാഭാരതത്തിൻ്റെ ഓരോ സീൻ കാണിക്കുമ്പോഴും പക്കാ രോമാഞ്ചം വരുന്നു, പക്കാ സസ്പെൻസ് ആയിരുന്നു. പിന്നെ മഹാഭാരതത്തിൻ്റെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ എന്നെ മോസ്റ്റ് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന മഹാഭാരതത്തിലെ ക്യാരക്ടർ മാത്രമല്ല, ബാക്കി ടോട്ടലുള്ള എല്ലാ ബുക്സും എല്ലാ സ്റ്റോറി ലൈൻ എന്തെടുത്താലും എന്നെ മോസ്റ്റ്ലി ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിലൊന്നായ ആ ഒരു ക്യാരക്ടർ, ആ ഒരു പുള്ളിനെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ എനിക്കത് മതി, എൻ്റെ കാശ് അവിടെ വസൂലായി. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പോർഷനിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു പടം ഇത്രയും പീക്ക് ലെവലിലേക്ക് എത്തിയത്. ആ ഒരു പീക്ക് ലെവൽ എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഈ ഒരു പടത്തിൻ്റെ ഒരു ലാസ്റ്റ് 13-20 മിനിറ്റ്സ് ആണ്. അവിടെ എത്തിയപ്പോൾ എന്ന് വെച്ചാൽ എഡ്ജ് ഓഫ് ദ സീറ്റ്, സത്യം പറഞ്ഞാൽ കണ്ണീന്നൊക്കെ വെള്ളം വന്നു. കാരണം അത്രയും ഇങ്ങനത്തെ ഒരു പ്ലോട്ടിൽ നമ്മുടെ ഒരു ഇന്ത്യൻ മെത്തോളജിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വേറൊരു പടം വന്നിട്ടില്ല. ഇനി വരാൻ പോകുന്നുണ്ടെന്ന് തോന്നണില്ല. കാരണം ഇനി വരികയാണെങ്കിൽ തന്നെ കൽക്കി യൂണിവേഴ്സിൽ തന്നെ അടുത്ത പടങ്ങൾ വരണം. പിന്നെ കമൽഹാസൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. പുള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയും കിട്ടുമായിരുന്നു, അധികം സ്ക്രീൻ ടൈം ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളി ഇനി വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, പുള്ളിയുടെ സൗണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പുള്ളിയുടെ എൻഡ് ക്രെഡിറ്റ് സീനൊക്കെ വേറെ മാറി. ഇനിയാണ് കമൽഹാസൻ്റെ വരവ്. സോ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ദെൻ പടത്തിൽ രാജമൗലിയുടെ ഒരു ഗെയിം യോഗമുണ്ട്, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് മേ ബി നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല. അതിൽ ചില കോമഡി സീൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അതിൽ പ്രഭാസ് പറയുന്നൊരു ഡയലോഗാണ്, ഇയാളേതിൽ പെട്ടാൽ 5 വർഷം പോക്കാണ്. ദെൻ അതിന് മറുപടിയായിട്ട് രാജമൗലി പറയും, ഇനി നീ എൻ്റെ കയ്യിൽ പെട്ട 10 വർഷം നിൻ്റെ പോക്കാളാണ്. എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ വെച്ചാൽ പ്രഭാസിന് അത്യാവശ്യം ഫാൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫാൻസിന് കൈയടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു രീതിക്കാണ് പ്രഭാസിൻ്റെ ഇൻട്രോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ സലാറിലുള്ള ആ ഒരു ഇത്, എനിക്കും ഫാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പിൽ നമ്മുടെ ബുജിയായിട്ട് ഇങ്ങനെ, കണ്ടില്ലേ ബുജി, എനിക്കും ഫാൻസ് ഉണ്ട്. അപ്പോൾ ബുജി പറയും, അതെ റിബൽ ഫാൻസ്, അങ്ങനത്തെ സംഭവം ഉണ്ട്. നെഞ്ചായിട്ട് തോന്നി സത്യത്തിൽ പറയുകയാണെങ്കിൽ. പക്ഷേ അവിടെ ഉള്ളവർക്ക് അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. പക്ഷേ ഇത് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും, ഈ ഒരു പടത്തിൽ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിലും അതൊക്കെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനിൽ അതൊക്കെ റൈസ് ആയി പോകും. ഓക്കെ, അതെല്ലാം റൈസ് ആയി പോകും. കാരണം അങ്ങനെയാണ് ആ ഒരു ക്ലൈമാക്സ് പോർഷൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ദാറ്റ്സ് ഇനഫ്. ആ ഒരു ക്ലൈമാക്സ് പോർഷൻ മാത്രം മതി. വീണ്ടും ഞാൻ പറയാണ്, അത് മാത്രം മതി, കാശ് വസൂലാണ്. ഇതേ പടം കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഈ ഒരു ഡ്യൂണ്, സ്റ്റാർ വാർ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തലയിൽ കൂടെ പോകാം. ബട്ട് അതൊന്നുമല്ല, ഇത് നമ്മുടെ പടമാണ്. ഇറ്റ്സ് എൻ ഇന്ത്യൻ മൂവി. ഓക്കെ, ദാറ്റ്സ് ഓൾ. 100% എൻ ഇന്ത്യൻ മൂവി. അത്രയും തന്നെ പറയാനുള്ളൂ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നിർത്താണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഇതിലും വെച്ച മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.